മക്കളെ, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. വളരെ വലിയ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഏറെ കാത്തിരിക്കുന്ന, എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന വീഡിയോ കൂടിയായിരിക്കും ഈ പറയുന്നത്. സോ മക്കളെ, എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കേരള +1 ടോപ്പർ ആയിട്ടുള്ള അഞ്ജിത അജിത്താണ്. മക്കൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ ഇത്തവണ 25 +1 ടോപ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അതിലൊരാളാണ് അഞ്ജിത എന്ന് പറയുന്നത്. അഞ്ജിത, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിട്ടുണ്ട്, ഫുൾ മാർക്ക് നേടിയിരിക്കുകയാണ്. എല്ലാ സബ്ജക്റ്റിലും 1 മാർക്ക് കുറയാതെ ഫുൾ മാർക്കാണ് വിത്തൗട്ട് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാനൊന്നും ആയിട്ടില്ല അല്ലേ നമുക്ക്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ജിത ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം കെമിസ്ട്രി എക്സാം ഒക്കെ ടഫായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്ര ഈസി ആയിട്ട് വന്നില്ല. അപ്പം പിന്നെ ഒരു കാര്യം, കെമിസ്ട്രി എക്സാം ടഫായിരുന്നു, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയില്ലെന്നല്ല. കാരണം മാധവ് സാറിൻ്റെ ക്ലാസ് ഞാൻ കണ്ടിരുന്നു, പബ്ലിക് ലൈവിൽ ആ ന്യൂമറിക്കൽസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ബാച്ചിലെ ടോപ്പർ സീരീസും അതും വളരെ യൂസ്ഫുൾ ആയിട്ട്. ടോപ്പർ സീരീസ് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലേ? നമ്മൾ അഗ്നി ബാച്ചിലെ കുട്ടിയാണ്. സോ അഗ്നി ബാച്ചിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സും എല്ലാരും അടിപൊളിയാണ്. ഇംഗ്ലീഷ് സൂപ്പറാണ്, കെമിസ്ട്രി എല്ലാം ഒന്നിനെ ഒഴിച്ചു മാറ്റി നിർത്തണ്ട, എല്ലാം സൂപ്പറാണ്. ഇൻസ്റ്റാളോൺ ഉണ്ട്, കുറെ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ സ്ലൈഡാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട്. പ്രത്യേക നോട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, സ്ലൈഡ് നോക്കിയൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. അടുത്ത് വെച്ചിരുന്ന നോക്കി പഠിക്കാൻ പറ്റും. അപ്പൊ അഗ്നി ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും ഉപകാരം എന്നൊക്കെ പറഞ്ഞു. മൈൻഡ് മാപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റിവിഷൻ ടൈമിലൊക്കെ? അത് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം ഉണ്ട്. അപ്പം അതും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. മൊത്തം ചാപ്റ്റർ കംപ്ലീറ്റ് ഒരു പേജിലാണ് കാണുന്നത് അല്ലെ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ അറിയാൻ കാത്തിരിക്കുന്നുണ്ടാവും. അത് മറ്റൊന്നുമല്ല, അഞ്ജിതയുടെ സ്റ്റഡി പ്ലാൻ ആണ്. അതായത് അഞ്ജിത ഡെയിലി ഏകദേശം പറഞ്ഞാൽ മതി എത്ര മണിക്കൂർ പഠിക്കും? ഒരു 10 മണിക്കൂർ. അത്രയൊക്കെ ഡെയിലി അത്രയൊന്നുമില്ല, എന്നാലും നമ്മളൊരു ജസ്റ്റ് ഒരു ഡെയിലി റുട്ടീൻ പറയോ? സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അപ്പോഴേ പഠിക്കത്തില്ല എനിക്ക് തോന്നുന്നു. പിന്നെ 7 മണിയാകുമ്പോൾ പഠിക്കും, പിന്നെ അത് കഴിഞ്ഞ് 9 മണി വരെ പഠിക്കും. പിന്നെ 9 മണിക്ക് ഫുഡ് കഴിച്ച് പിന്നെയും കുറച്ചു നേരം പഠിക്കും. പിന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ 4 മണിക്ക്. അപ്പൊ രാത്രി എത്ര മണി വരെ ഏകദേശം പഠിക്കും? 7 മണി തൊട്ട് 9 മണി വരെ. പഠിക്കാനുള്ള അനുസരിച്ചാണ് ഞാൻ പഠിക്കും. നമ്മൾ രാവിലെ എണീക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ രാത്രി കുറെ സമയം ഇരുന്ന് പഠിക്കുന്ന? രാവിലെ എണീറ്റ് പഠിക്കും. രാവിലെ എണീറ്റ് പഠിക്കുക ചെയ്യുക അല്ലെ? ഒരു മോർണിംഗ് പേഴ്സൺ ആണെന്ന്. അതെ, രാവിലെ കൂടുതലും ക്ലാസ് കാണാനും കൂടുതലും നല്ലത് രാവിലെ. സോ മക്കളെ, വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, പൊതുവേ നമുക്ക് ലാംഗ്വേജിൽ ഫുൾ മാർക്ക് അടിക്കാൻ അത്ര ഈസി അല്ല. ഇംഗ്ലീഷ് സൈലത്തിൽ തന്നെ കൂടുതലും. ഞാൻ ഇംഗ്ലീഷ് സൈലത്തിലെ നാച്ചു സാറിന്റെ ക്ലാസ് ഉണ്ട്, പിന്നെ മിസ്സിന്റെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറെ അത് തന്നെ എനിക്ക് ഒരുപാട് JD സാറിന്റെ ക്ലാസ്, അതൊക്കെ കാരണം ഇംഗ്ലീഷിൽ അവന് നോട്ട്സും തരും, നല്ലപോലെ പഠിപ്പിക്കും. ഓരോ സെന്റൻസും വായിച്ച് പഠിപ്പിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷിലെ ക്ലാസ് സൂപ്പറാണ്. ഇംഗ്ലീഷ് കുറച്ചുകൂടെ യൂണീക്ക് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ അഞ്ജിത, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, പ്രധാനപ്പെട്ട കാര്യമാണ്. അഞ്ജിതയുടെ അംബീഷൻ എന്താണ്? എനിക്കൊരു ഓൺട്രപ്രണർ ആവണമെന്നാണ് ആഗ്രഹം. പിന്നെ എനിക്ക് എഞ്ചിനീയറിങ്ങിനോടും താല്പര്യമുണ്ട്. ആ മേഖലയിലുള്ള ഓൺട്രപ്രണർ ആകാം. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രാജുവേഷൻ കിട്ടുകയും നല്ലൊരു കാര്യമാണത്. അപ്പൊ +1 കഴിഞ്ഞ് മോളിപ്പം +2 നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലാണ്. കാരണം ആ ബാച്ചിനകത്ത് +2 പഠിപ്പിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻട്രൻസിന് ഓരോ ചാപ്റ്റർ വൈസ് ആണ് പഠിപ്പിക്കുന്നത്. നമ്മള് സൂപ്പർ കിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്നി അല്ല, അഗ്നിയുടെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രൻസ് കോച്ചിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് JEE എക്സാമിന് കൂടെ എന്ത് ചെയ്യാം, ബോർഡ് എക്സാമിന് കോട്ടം വരുത്താത്ത രീതിയിൽ അങ്ങ് പഠിച്ചു തീർക്കാൻ പറ്റും അല്ലെ? അഞ്ജിത ഇവിടെ വന്നിരിക്കുന്നത് അമ്മയുടെ കൂടെയാണ് അല്ലെ? അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കാണുമ്പോൾ മെയിൻലി യൂട്യൂബ് ക്ലാസ് കാണാറുണ്ട് റിവിഷൻ ടൈമിൽ, അല്ലെങ്കിൽ ബാച്ചിലെ ക്ലാസ് കാണാറുണ്ട്. ആ സമയത്ത് അമ്മ ചീത്ത പറയാറുണ്ട്, എപ്പോഴും ഫോൺ നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട്? ഇല്ല, അമ്മയാണ് എപ്പോഴും സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബാച്ചിലോട്ട് കയറിയത് തന്നെ. അപ്പൊ അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും പറയത്തില്ല. അമ്മയ്ക്ക് മിസ്സുമാരെല്ലാം സംസാരിക്കുന്ന എല്ലാം കേട്ടിട്ടുണ്ട്, കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നത് കുഴപ്പമില്ല. അതുകൊണ്ട് അമ്മയൊന്നും പറയാറൊന്നുമില്ല. മോള് ഏത് ബാച്ച് മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ സൈലത്തിന്റെ ഒപ്പം? ഞാൻ 9th തൊട്ടാണ് കാണാൻ തുടങ്ങിയത്. നിഞ്ച ബാച്ച് മുതലാണോ? ഇല്ല, 9th ഞാൻ പബ്ലിക് ലൈവ് കണ്ടു. എന്റെ ഒരു കൂട്ടുകാരിയെ സൈല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യൂട്യൂബ് ക്ലാസ് കണ്ടു 9th. 10th അസ്ത്ര ബാച്ച് സൂപ്പർ ആയിരുന്നു. 10th അപ്പൊ അസ്ത്ര ബാച്ച് മുതൽ കണ്ടിന്യൂ ചെയ്തു ബാച്ചിൽ കണ്ടോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഉയരങ്ങൾ എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ ഇപ്പൊ തന്നെ. അപ്പൊ അഞ്ജിതയുടെ അമ്മയും അനിയത്തിയാണ് ഇത് അല്ലെ? അനിയത്തി എത്രാം ക്ലാസ്സിലാണ്? 10th ക്ലാസ്സിലാണ്. അസ്ത്ര ബാച്ചിലെ സ്റ്റുഡന്റ് ആണല്ലേ നമ്മളെ? അപ്പൊ നമ്മുടെ ക്ലാസ് കുട്ടി മാത്രമല്ല അമ്മയും കാണും നടത്താം. ഞാൻ കാണും കാരണം നമുക്ക് അറിയണമല്ലേ ഭയങ്കരയൊക്കെയാണ് പിള്ളേർ ക്ലാസ്. എല്ലാ സാറുമാരും ക്ലാസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് ഒക്കെ മാരത്തോൺ ക്ലാസ് ഒക്കെ നല്ലോണം കണ്ടിട്ടാണ് പോകുന്നത്.
ഇനി കുട്ടികളെല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മുടെ +1 ഓഡിയൻസ് മൊത്തം വെയിറ്റിംഗ് ആണ്. അഞ്ജിത എങ്ങനെയാണ് ഫുൾ മാർക്ക് നേടിയത്? അല്ലെങ്കിൽ നമ്മൾ ഈ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? +1ലേക്ക് വരുന്ന സമയത്ത് ഇവർ ഭയങ്കര ടെൻഷനിലാണ്. 10th കഴിഞ്ഞ് +1ലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ പഠിക്കാനായിട്ട്? അപ്പം എന്താണ് അഞ്ജിതയ്ക്ക് ഇവരുടെ അടുത്ത് പറയാനുള്ളത്? നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താ സംസാരിക്കാനുള്ളത്? ഒരു മോട്ടിവേഷനോ ഒരു അഡ്വൈസോ എന്തെങ്കിലും ഒന്ന് കൊടുത്ത്. എല്ലാവരും നല്ലപോലെ പഠിക്കണം. പിന്നെ സൈലത്തിൽ ചേരുന്നതാണ് കൂടുതലും നല്ലത്. കാരണം എനിക്ക് പേഴ്സണലി സൈലമാണ് ഇഷ്ടം. കാരണം ബാച്ചിൽ ചേർന്ന ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ AI ഗുരു ഒക്കെ ഉണ്ട് ആപ്പില്. ഡൗട്ട് ക്ലിയറൻസിന് ചോദിക്കാൻ വിട്ടുപോയതാണ്. AI ഗുരു അടിപൊളിയാണോ? അതൊക്കെ അവർ നോക്കാറുണ്ട്. ഡൗട്ട് ക്ലിയറൻസും അതുണ്ട്. പിന്നെ മൈൻഡ് മാപ്പ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സാർമാർ അടിപൊളിയാണ്, എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ പബ്ലിക് ലൈവും കാണാറുണ്ട്. എല്ലാം സൂപ്പറാണ്. അപ്പൊ അവർക്കൊരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തെങ്കിൽ നമുക്ക് നിർത്തിയാലോ? ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് വേണ്ടേ അഞ്ജിതക്ക്? ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചല്ലോ, അപ്പൊ സൈലത്തിന്റെ വക അത് അഞ്ജിതക്കൊരു ഗിഫ്റ്റാണ്. കൺഗ്രാജുലേഷൻസ്. ഉഷാറാക്കിട്ടോ. സോ മക്കളെ, നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വീണ്ടും കാണണം. സോ കാണാം.